റബീഉൽ അവ്വൽ മാസമാകുമ്പോഴൊക്കെ നമ്മൾ ധാരാളമായി കേൾക്കുന്ന ഒരു വാക്കാണ് ബിദ്അത്ത് എന്നുള്ളത്. ബിദ്അത്ത് ളലാല, ബിദ്അത്തുൽ ഹസന, അങ്ങനെ പല രൂപത്തിൽ ആളുകൾ അതിനെ വ്യാഖ്യാനിക്കാറുണ്ട്. അതിനെക്കുറിച്ച് പറയുന്ന ഒരു വീഡിയോ ആദ്യം കണ്ടിട്ട് നമുക്ക് തുടങ്ങാം. ബിദ്അത്ത് കൊണ്ടുള്ള വിവക്ഷയും എന്താണ് ബിദ്അത്ത് എന്നും അറിയാത്ത ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവരോട് ഇമാം ഷാഫിഈ റളിയല്ലാഹു പഠിപ്പിക്കുന്നു, അൽ മുഹ്ദസാത്തു മിനൽ ഉമൂരി അർബഅൻ, പുതുതായി ഉണ്ടായ കാര്യങ്ങളെ രണ്ടായി വിഭജിക്കാം. ഒന്ന് പ്രമാണങ്ങളായ ഖുർആന്, സുന്നത്ത്, അഥർ, ഇജ്മാ എന്നിവക്ക് വിരുദ്ധമായി ദീനിൽ പുതുതായി കൊണ്ടുവരുന്നതാണ് ഫഹാദിഹിൽ ബിദ്അത്തു ളലാല, ഇത് പിഴച്ച ബിദ്അത്താണ്. എന്നാൽ മേൽ പറഞ്ഞ പ്രമാണങ്ങൾക്ക് വിരുദ്ധമാകാത്ത നിലയിൽ പുതുതായി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ വഹാദിഹി മുഹ്ദസത്തുൻ ഗൈറു മദ്മൂമ, ഇവ ആക്ഷേപാർഹമല്ലാത്ത നല്ല ബിദ്അത്തുകളാണെന്ന് ഇമാം ഷാഫിഈ റളിയല്ലാഹു പഠിപ്പിക്കുന്നു. അപ്പോൾ നബിദിനം തള്ളേണ്ട ബിദ്അത്താണെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നബിദിനം എങ്ങനെയാണ് ഈ പറഞ്ഞ പ്രമാണങ്ങൾക്ക് എതിരാവുന്നതെന്ന് പറയേണ്ടത്. ആക്ഷേപാർഹമല്ലാത്ത ബിദ്അത്ത്, ആ ബിദ്അത്തിനെ കുറിച്ച് ഇമാം ഷാഫിഈ വിശദീകരിക്കുന്നു. അതിൽപ്പെട്ടതാണ് നബിദിനം. അതുകൊണ്ട് നബിദിനം ആഘോഷിക്കുന്നത് ബിദ്അത്തല്ല എന്നാണ് ഇവിടെ പറയാൻ ശ്രമിച്ചിരിക്കുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി ജാമിഉൽ ഉലൂമി വൽ ഹികം എന്ന ഗ്രന്ഥത്തിൽ കാണാൻ സാധിക്കും, വഅമ്മാ മാ വഖഅ മിൻ തഖ്സീമിൽ ബിദ്അത്തി ഇലാ ബിദ്അത്തിൽ ഹസനത്തി വ ബിദ്അത്തി സയ്യിഅ. ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് ഇവിടെ ബിദ്അത്തുൽ ഹസന എന്നും ബിദ്അത്തു സയ്യിഅ എന്നും വിശേഷിപ്പിച്ചത് കമാ ഖാലഹു ശാഫിഈ വ ഗൈറുഹു, ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹയും അദ്ദേഹത്തെ പോലെയുള്ള ആളുകളും പറഞ്ഞത് എന്താണ്, മാ കാന മുഹ്ദസൻ ലാ യുഖാലിഫു കിതാബൻ വലാ സുന്ന വലാ അസറൻ അൻ അഹദിൻ മിനസ് സ്വഹാബ ഫഹാദ ഫി ഹഖീഖത്തി ദാഖിലുൻ ഫി സുനനിൽ ആമ വലൈസ ബിദ്അത്തിൻ ശർഇയ്യൻ വഇൻ സുമ്മിയ ബിദ്അത്തൻ ലുഅത്തൻ. ഇവിടെ ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് ബിദ്അത്തുൽ ഹസന, ബിദ്അത്തു സയ്യിഅ എന്ന് വിശേഷിപ്പിച്ചത് വലൈസ ബിദ്അത്തിൻ ശർഇയ്യൻ, നല്ല ബിദ്അത്ത് എന്ന് ഉദ്ദേശിച്ചത് ശർഇയ്യായ ബിദ്അത്തല്ല. ആ ബിദ്അത്ത് വഇൻ സുമ്മിയ ബിദ്അത്തൻ ലുഅത്തൻ, അത് ഭാഷാപരമായ ലുഅത്താണ് എന്ന് ഇബ്നു റജബിന്റെ കിതാബിൽ വളരെ വ്യക്തമായി പറയുന്നു. ഇങ്ങനെ പറഞ്ഞ ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് നബിദിനം കൊണ്ടാടാൻ അല്ലെങ്കിൽ നബിദിനം ബിദ്അത്തല്ല എന്ന വാദക്കാരനാണെങ്കിൽ ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് നബിദിനം ആഘോഷിച്ചതിന്റെ എന്തെങ്കിലും ഒരു തെളിവ് കിട്ടും നമുക്ക് കാണാൻ സാധ്യല്ല. ഇമാം ഷാഫിഈ റഹിമഹുള്ളയുടെ പേരിലടക്കം കള്ളം പ്രചരിപ്പിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഖുർആനിന്നും ഹദീസിന്നും ഇവർക്ക് തെളിവ് കിട്ടിയില്ലെങ്കിൽ ഒരു പതിവാണ് ഇമാമിങ്ങളിലേക്ക് പോവാന്ന് പറഞ്ഞത്. ഇമാമിലേക്ക് പോവാണെങ്കിൽ തന്നെ കിതാബുകളിൽ കൃത്യമായി കാണിച്ചൊക്കെ തെളിവുണ്ടാക്കുന്ന രീതി ഇവർക്ക് പണ്ട് മുതലേ ഉള്ളതാണ്.